ഹലോ, ഞങ്ങൾ ലക്ഷദ്വീപുകാരാണ്. എൻ്റെ പേര് അക്ബർ. ഞാൻ സ്കൂൾ ടീച്ചറാണ്. ഇത് എൻ്റെ ഉമ്മ ഐഷബി. ഇപ്പോൾ ഏകദേശം 90 അടുക്കുന്നു, 90 വയസ്സ് ആയി ഉമ്മയ്ക്ക്. ഇതെൻ്റെ വൈഫ് ഫൗസിയ. ഇത് ഞങ്ങളുടെ 2 ഫർഹാൻ, ഇത് അബ്രാം. അപ്പോൾ ഞങ്ങളിവിടെ എൻ്റെ സിസ്റ്ററാണ് ഇവിടെ ഉമ്മയെ കൊണ്ട് ഇവിടെ വന്നത്. ഒലീവ് ആയുർവേദ പൂക്കാട്ടുപടി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയതും ഒരു ആൾമോസ്റ്റ് 9 days ആയി നമ്മളിവിടെ. വളരെ എന്താ പറയുക വളരെ മെമ്മറബിൾ ആയിട്ടുള്ള, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. ഡോക്ടർ ജോബിൻ ജേക്കബ്, നസീം ഡോക്ടർ, കസിയ ഡോക്ടർ, അങ്ങനെ ഡോക്ടർമാരുടെ പേര് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫ്സും ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ്. നമുക്ക് നമ്മുടെ വീട് വിട്ടിട്ട് വേറൊരു വീട് പോലുള്ള ഒരു റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നു. നമ്മുടെ ഈച്ച് ആൻഡ് എവറിത്തിങ് വളരെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കപ്പെടുന്നു. 3 നേരവും വളരെ പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നു. അതും വൃത്തിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നൽകുന്നു. കുട്ടികൾക്ക് കുളിക്കാനായിട്ടും നമുക്ക് ഫാമിലി ആയിട്ടും സ്പെൻഡ് ചെയ്യാനായിട്ടും ഒരുപാട് സ്ഥലങ്ങളും പാർക്ക് പോലുള്ള ഏരിയകളും, സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ. പിന്നെ ചികിത്സയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉമ്മയുടെ ചെയ്യിപ്പിച്ചിട്ടുള്ളത് തിരുമ്മലും, ആയുർവേദ തിരുമ്മലും, പിന്നെ അതിൻ്റെ കൂടെ നസ്യം, പിന്നെ ഇത് ഫിസിയോതെറാപ്പിയും ചെയ്യിപ്പിച്ചു. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് 3 ദിവസത്തേക്കൊരു റീജനുവേഷൻ പാക്ക് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ റീജനുവേറ്റ് ചെയ്ത് ഉമ്മ എന്താ പറയുക, ഒറ്റയ്ക്ക് നടക്കാനും ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ ഒരു പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു ഈ കുറച്ച് മാസങ്ങൾ. ഇപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുത്തു. ഉമ്മ ഒറ്റയ്ക്ക് ചായ കുടിക്കുന്നതും ഒറ്റയ്ക്ക് ടോയ്ലറ്റിലേക്ക് പോകുന്നതും നടക്കുന്നതും അതൊക്കെ ഡോക്ടർ കർശനമായി നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ നമ്മൾ സഹായിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം കിട്ടുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആൾ ടുഗദർ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ്. നമുക്കൊരു ലീവ് സമയമാവുമ്പോൾ നമ്മുടെ ഇതുപോലെ വേണ്ടപ്പെട്ട നമ്മുടെ വയസ്സായ ആളുകളെ മാത്രമല്ല, നമുക്കും ധൈര്യമായിട്ട് കുടുംബസമേതം വരാം, ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി അനുഭവിക്കാം, സന്തോഷത്തോടെ തിരിച്ചു പോവാം. ഞാനും അതുപോലെ തന്നെ ഞങ്ങൾ അതുപോലെ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അങ്ങനെ 3-4 ദിവസം ഞങ്ങളും ഇവിടെ സ്റ്റേ ചെയ്തു. സത്യം പറഞ്ഞാൽ എല്ലാ രീതിയിലും ഉമ്മയുടെ ആയുർവേദ ചികിത്സ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഡോക്ടറാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടുത്തെ എല്ലാ സ്റ്റാഫും ഇടയ്ക്കിടയ്ക്ക് വന്ന് സുഖവിവരം ചോദിക്കുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നൽകുകയും എല്ലാവരും, ഓരോ ഡോക്ടേഴ്സ് ആണെങ്കിലും ഓരോ സ്റ്റാഫാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് മനസ്സിന് ഏറ്റവും സന്തോഷവും ആരോഗ്യവും നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്കാണെങ്കിലും അതെ, ഈ പ്രദേശവും ഇവിടുത്തെ സൗകര്യങ്ങളും അവരും നല്ലോണം ആസ്വദിച്ചിട്ടുണ്ട്. ചികിത്സാ രീതികളും ഡോക്ടേഴ്സിൻ്റെ ഉപദേശങ്ങളും അതുപോലെ തന്നെ അവരുടെ ചികിത്സാക്രമങ്ങൾ. സത്യം പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞപ്പം ഞാൻ ഇത്രയും കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പരിചരണ വിഭാഗം അതിൻ്റേതായ രീതിയിൽ നടക്കുന്നു എന്ന ഓർത്തിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഒരു അനുഭവമാണ്, നല്ല അനുഭവമാണ് നമുക്കിവിടെ നിന്ന് നൽകാൻ സാധിച്ചത്. ഇതുപോലെ നല്ല പ്രകൃതി മനോഹാരിതയുള്ള ഒരു സ്ഥലത്ത് വന്ന് ചികിത്സ എടുക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആയുർവേദ ഹോസ്പിറ്റലിനും ഇവിടുത്തെ സ്റ്റാഫിനും ഡോക്ടേഴ്സിനും എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. എൻ്റെ പേര് ഫർഹാൻ അക്ബർ സിയൻ. ഞാനും അതേപോലെ ലക്ഷദ്വീപിൽ നിന്നാണ്. ഞാനിപ്പോൾ മെനിക്കോയിൽ പഠിക്കുന്നു. 6ാം ക്ലാസ്സിൽ നിന്ന് 7ലോട്ടാണ് ഞാനിപ്പോൾ ജയിച്ചത്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ അച്ഛൻ്റെ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇങ്ങോട്ട് വരാൻ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ പൂളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ കുറച്ച് ട്രൗസറും ഡ്രസ്സും ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വരാൻ തയ്യാറായി. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കരുതി വെറും പൂള് മാത്രമേ ഉള്ളൂ. അപ്പോൾ
എനിക്ക് ഡോക്ടർ ജേക്കബ് ഒരു ഇൻഡോർ സജസ്റ്റ് ചെയ്തു. പിന്നെ പാർക്ക്, ഇതൊക്കെ വളരെ മനോഹരമാണ്. മാത്രമല്ല ഞങ്ങൾ ലക്ഷദ്വീപിൽ നിന്നായതുകൊണ്ട് ഇങ്ങോട്ട് കുറച്ച് നല്ല സ്റ്റേസിൽ, അവിടെ അത്ര മനോഹരമായിട്ട് ഇതുപോലെ പൂക്കളൊന്നുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ സജസ്റ്റ് ചെയ്തു. അങ്ങനെ വന്ന് നിന്നു. ഇവിടുത്തെ ഉച്ചയൂണ്, ബ്രേക്ക്ഫാസ്റ്റ്, രാത്രി ഭക്ഷണം ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഹാപ്പിയാണ്. മാത്രമല്ല കുറച്ച് നല്ല ഓർമ്മകളും വെക്കാം. ഒരു ഹോസ്പിറ്റൽ ഉള്ള ഒരു ഫീലിംഗ് ഇല്ല. അതാണ് നമ്മളിപ്പോ ഈ കുട്ടികളുമായിട്ടൊക്കെ ഒരു ഹോസ്പിറ്റൽ വന്ന പോലുള്ള ഒരു ഫീലിംഗ് ഒന്നുമല്ല. സ്റ്റേയിങ് അതുപോലെ തന്നെ വളരെ മനോഹരവും സ്വസ്ഥവും വൃത്തിയും എല്ലാ ദിവസവും ക്ലീനിങ്ങും, ആൾ ടുഗദർ വണ്ടർഫുൾ സ്റ്റേ.